നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്തിനാണ് പെൺകുട്ടികളെ അല്ലെങ്കിൽ പെൺപിള്ളേരെ നിങ്ങൾ 20 വയസ്സ് 21 വയസ്സ് പോട്ടെ 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നവരെ ഇൻ്റർവ്യൂ എടുക്കാൻ ഓടി നടക്കുന്ന ചില പിഞ്ച് മനസ്സുള്ള ആളുകളുള്ള ഒരു നാടാണ് നമ്മളത്. പറയാൻ പോകുന്നത് എന്തിനാണ് ഈ 18 വയസ്സിലും 20 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പ്രയാസം. നമുക്ക് ചുറ്റും ഒത്തിരി ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാരണമല്ലേ, ഞാനിപ്പോൾ ഇത് സംസാരിക്കാൻ എനിക്ക് തോന്നിയത് നമ്മൾ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവം. അതായത് അമ്മയും ഭർത്താവും കൂടെ പട്ടിണിക്കിട്ട് ഒരു യുവതിയെ കൊന്നു അല്ലേ. പട്ടിണിക്കിട്ട് കൊന്നു. പാവം, എത്രത്തോളം എന്താ അതിന് പറയുക, മൃഗീയമായി ഒന്നും പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങൾക്ക് പോലും നാണക്കേടാണ്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയ്ക്കും ക്രൂര മനസ്സോടുകൂടി ഈ രീതിയിൽ ഒരു പെൺകുട്ടീനെ കൊന്നു കളഞ്ഞ ഒരു 2 ജന്മങ്ങൾ. അപ്പം അവർ ആ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു, നമുക്ക് ഓരോരുത്തരെയും നെഞ്ച് പൊട്ടിപ്പോകുന്നൊരു വേദന അല്ലേ. കാരണം ഈ അവരുടെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ തുടക്കം കേട്ടോ, അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടൊരു കുഞ്ഞിനെ വളർത്തി കൊടുത്തയക്കുമ്പോൾ നിങ്ങളതിനെ പേക്ക് ചോദിക്കും, ഈ കൊടുത്തയക്കുന്ന രക്ഷിതാക്കൾ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ അത് തന്നെ ആ ചോദ്യത്തിലേക്ക് എന്നെ ഊന്നി ചോദിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നു. 18 വയസ്സായി അല്ലെങ്കിൽ 19 വയസ്സായിക്കോട്ടെ, 20ആയി, 21ലേക്ക് കടന്നാൽ നിർബന്ധമായിട്ട് കല്യാണം കഴിച്ചിരിക്കണം. അങ്ങനെയുണ്ടോ? എന്നാൽ നിങ്ങൾ പെൺകുട്ടികളോട് ഞാൻ പറയാം, അതൊന്നും ഒരു കാരണവശാലും ഇനി നിങ്ങൾ ജീവിതത്തിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ സമ്മതിക്കരുത്. കാരണം കല്യാണപ്രായം 26 27 അല്ല. എപ്പോഴാണ് ഒരു 30 വയസ്സിൻ്റെ ആവും വരെ, ആ സമയം വരെ നിങ്ങൾക്ക് എടുക്കാം. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെയാണ്, കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും കൂടെ ഊന്നി പറയുന്നത്. 10-26 വയസ്സ് വരെ നിങ്ങൾക്ക് പഠിക്കാം, നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാം, അതിന് പറ്റുന്ന ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി കണ്ടെത്താം. എന്നിട്ട് മാത്രം വിവാഹം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് പോവാം എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അത് പിന്നെ ചില രക്ഷിതാക്കൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് തിരിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ അവർ പഠിക്കട്ടെ, അവർ ജോലി വാങ്ങട്ടെ, ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 20 വയസ്സ് 18 വയസ്സ് 19 വയസ്സൊന്നും ഈ വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പക്ഷെ അപ്പോഴും നമുക്ക് ആ പക്വത വരില്ല. നമ്മുടെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും, തിരിച്ചെന്തെങ്കിലും പറയാൻ തോന്നും, പിന്നെ മരിച്ചാൽ മതിയെ തോന്നും, എങ്ങോട്ട് ഇറങ്ങി ഓടിയാൽ മതിയും തോന്നും. അങ്ങനെയൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരു വട്ടമെങ്കിലും കടന്നു പോകും. റൈറ്റ് അല്ലേ? അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ ഒരു 10-25 വയസ്സ് കഴിയുമ്പോഴേക്കും മനസ്സിന് ചില പക്വത വരും. പ്രായത്തിൻ്റെ പക്വത നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. ചില സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം വിവാഹം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കുക. അതൊക്കെ പോട്ടെ, വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, ഈ റീസെൻ്റ്ലി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയം. അതൊക്കെ നമുക്ക് ബുദ്ധിയും ബോധമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി ഈ ഒരു അന്തം ഒരു ബോധം പൊക്കമില്ലാത്തൊന്ന് ഓരോന്ന് 18 വയസ്സ് നാളെ തികയാണ്. നാളെ 18 വയസ്സ് തികയാണ്. ഇതാ ഒരു കാല് വാതിലിപ്പുറത്തും ഒരു കാല് വാതിലിൻ്റെ അപ്പുറത്തും ഇറങ്ങി ഓടാൻ നിൽക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പം അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി ഒരു വാർത്ത ഞാൻ കേട്ടു. അത് 18 വയസ്സാണോ 20 വയസ്സാണോ കറക്റ്റ് അറിയില്ല, കണ്ടാൽ ഒരു കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ തോന്നും. അപ്പോൾ അവരുടെ അടുത്താണെങ്കിലും അത് കാര്യമായിട്ടൊരു ജോലിയൊന്നും ചെക്കനായിട്ടില്ല. അപ്പം ഇനി വേണമൊന്ന് ജീവിക്കാൻ, ഇനി വേണമൊന്ന് പ്രണയിക്കാൻ, ജോലിയൊക്കെ ഇനി വേണമെന്ന് നോക്കാൻ, ഇതൊക്കെ സെറ്റായി ജീവിതം ഒന്ന് റെഡിയാക്കി ഒരു പെണ്ണിനെയൊക്കെ നോക്കാനുള്ളൊരു ജോലി സെറ്റപ്പൊക്കെ ആയിട്ട് മാത്രം എടുത്തു വയ്ക്കേണ്ട സ്റ്റെപ്പ്, ഇതിനൊക്കെ നേരത്തെ മുന്നേ കല്യാണമൊക്കെ ചെയ്ത് ഇനി വേണം ജോലി കണ്ടെത്താൻ, ഇനി വേണം പ്രണയിക്കാൻ, ഇനി വേണം എന്തൊക്കെയോ ഒരവസ്ഥ. അപ്പം എന്തായാലും അതൊക്കെ ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ട ഒരു പ്രായമാണ്, നമ്മൾ പഠിക്കേണ്ട പ്രായമാണ്, നമുക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് കണ്ടെത്തേണ്ട പ്രായമാണ്. ഇതിലൊക്കെ നേരത്തെ കാലത്തെ കല്യാണമൊക്കെ കഴിച്ച്
ഇങ്ങനെ അട്ടത്തേക്ക് നോക്കി ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അന്തും ബോധമില്ലാണ്ടിരിക്കേണ്ട ഒരു സമയമൊക്കെ വരാനുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കാലത്ത് ഇത്തരം പൊട്ടത്തരങ്ങളൊന്നും, ഇത്തരം മണ്ടത്തരങ്ങളൊന്നും, ഇത്തരം വിഡ്ഢിത്തരങ്ങളും ഒന്നും ജീവിതത്തിൽ ചെയ്യാണ്ടിരിക്കുക. ഇതൊക്കെ മഹാവിഡ്ഢിത്തരമാണ്, പൊട്ടത്തരമാണ്, ബോധമില്ലായ്മയാണ്. ഇത് ചെറിയ പ്രായത്തിൽ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. ഇതൊക്കെ അതാണ് ഏറ്റവും വലിയ രസം. എന്തോ ഈ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ എന്നെ നോക്കും, എന്നെ ഭയങ്കര കെയറായിട്ടനാണ്, ഭയങ്കര കെയറാണ്, ഇനി പ്രണയിച്ചങ്ങോട്ട് തീർക്കണം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ച് പോവുകയാണ്. വിവരമില്ലായിട്ടാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം അതിനെ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഒരു പിഞ്ച് ഹൃദയമായിട്ട് നടക്കുന്ന കുറേ പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നില്ല. ഇപ്പം എന്തായാലും അടുത്തൊരു വാർത്ത വിശേഷമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ.